ജ്ഞാനേന പൂത സ്വതപസ്യാ ച വിമത്സരേ സാധുവിഭാവ്യഹതേ യഹ ഭർഗസ്വയം വാ നരലക്ഷണോയം നാരായണോ വേദി നവാവതാരഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ ഗുരുദേവ ഭക്തരെ, ശ്രീനാരായണ ധർമ്മ മീമാംസ പരിഷത്തിൻ്റെ ഈ 62ാമത് പരിഷത്തിൽ നിജാനന്ദ വിലാസം എന്ന കൃതിയെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പഠന ക്ലാസ്സോടുകൂടി ക്ലാസ്സുകളുടെ ആരംഭം ഇവിടെ കുറിക്കപ്പെടുകയാണ്. സർവസാധാരണമായി ഗുരുദേവൻ എഴുതിയ ഏതെങ്കിലും കൃതികളെ ആസ്പദമാക്കിയാണ് ഇവിടെ പഠന ക്ലാസ്സുകൾ നടന്നു വരുന്നത് എങ്കിൽ ഇന്ന് ഗുരുദേവൻ്റെ ശിഷ്യനായ കുമാരനാശാൻ എഴുതിയ നിജാനന്ദ വിലാസം എന്ന കൃതിയെ ആസ്പദമാക്കി ക്ലാസ് എടുക്കുവാനാണ് ഞാനിവിടെ ഒരുമ്പെടുന്നത്. ഞാൻ നിയുക്തനായിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഗുരുദേവൻ്റെ കൃതികൾ ഓരോന്നും നാം എടുത്ത് പഠിക്കുമ്പോൾ ആ കൃതികളിലൂടെ ഗുരുദേവൻ്റെ ഏകലോക ദർശനം നമുക്ക് സുഗ്രാഹ്യമാകുന്നു. ഒരു ഗുരുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഗുരുവിന് ചേർന്ന രൂപത്തിലുള്ള ശിഷ്യന്മാരുണ്ടാവുക എന്നത് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഏതാണ്ട് 60ഓളം സന്യാസി ശിഷ്യന്മാരുണ്ടായിരുന്നു. അതുപോലെ 100 കണക്കിന് ഗൃഹസ്ഥ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. മഹാകവി കുമാരനാശാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സന്യാസത്തിൽ ആധ്യാത്മികതയിൽ ആരംഭം കുറിച്ച് ഗൃഹസ്ഥ ജീവിതത്തെ പ്രാപിച്ച് ഗുരുദേവൻ്റെ ഗൃഹസ്ഥ ശിഷ്യനായി മാറിയ മഹാത്മാവാണ് കുമാരനാശാൻ. അതുകൊണ്ട് കുമാരനാശാനെ ഗുരുദേവൻ്റെ കേവലമുള്ള ഗൃഹസ്ഥ ശിഷ്യന്മാർ ഡോക്ടർ പൽപ്പു, ടി കെ മാധവൻ, സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയ ഗൃഹസ്ഥ ശിഷ്യന്മാർ ആ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ ഒരാളായി മാത്രം കുമാരമഹാകവിയെ കണ്ടാൽ പോരാ എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. മഹാത്മാവായ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖനായ സന്യാസി ശിഷ്യനായിരുന്നു ശ്രീ നീലകണ്ഠ തീർത്ഥപാദർ. നീലകണ്ഠ തീർത്ഥപാദർ വലിയ വേദാന്തിയും മഹാപണ്ഡിതനുമായിരുന്നു. കുമാരനാശാൻ്റെ ഇഷ്ട സുഹൃത്തായിരുന്നു. ഒരിക്കൽ ഈ നീലകണ്ഠ തീർത്ഥപാദർ കുമാരനാശാനെ കുറിച്ച് അഭിപ്രായപ്പെട്ടു. കുമാരനാശാനെ സാധാരണ ഗൃഹസ്ഥന്മാരായ കവികളുടെ ഘടനയിൽ പെടുത്തുന്നത് ശരിയല്ല. കുമാരനാശാൻ ഒരു അധ്യാത്മ പുരുഷനായിരുന്നു. വേദാന്ത ശാസ്ത്രത്തിൽ സപ്തഭൂമികകളെക്കുറിച്ച് പറയും. 7 ഭൂമികകൾ. 7ാമത്തെ ഭൂമികയാണ് തുര്യാവസ്ഥ, ഈശ്വര സാക്ഷാത്കാരാവസ്ഥ. ഈ 7 യോഗഭൂമികകളിൽ
ഏതാണ്ട് 4-ാമത്തെ ഭൂമികയിൽ നിൽക്കുന്നയാളാണ് കുമാരനാശാൻ എന്ന് നീലകണ്ഠ തീർത്ഥപാദർ ഉദാഹരിക്കുന്നു. ഈ 7 ഭൂമികകളെ വേദാന്ത പഠിതാക്കൾ, അധ്യാത്മ സാധന അനുഷ്ഠിക്കുന്ന ആളുകൾ പഠിച്ചു വയ്ക്കേണ്ടതാണ്. ഒന്നാമത് ശുഭേച്ഛ. ഈശ്വര സാക്ഷാത്കാരമുണ്ടാകണമെന്നുള്ള അദമ്യമായ ആഗ്രഹമുണ്ടാകുന്നതിനെയാണ് ശുഭേച്ഛ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് ശുഭേച്ഛയാണ്. രണ്ടാമത്തേത് സുവിചാരണ. നല്ലവണ്ണം മനനം ചെയ്ത് ബ്രഹ്മമാണ് സത്യം, പ്രപഞ്ചം മിഥ്യയാണെന്നുള്ള അറിവ് ഉറപ്പിക്കുന്നതാണ് സുവിചാരണ. തനുമാനസി. അതോടുകൂടി മനസ്സ് ഏകാഗ്രമായി തീരും. മനസ്സ് ഏകാഗ്രമായി കഴിഞ്ഞാൽ സത്വാവസ്ഥയിൽ എത്തിച്ചേരും. സത്വാവസ്ഥ എന്ന് പറയുന്നത് സാത്വികമായിരിക്കുന്ന അന്തരാത്മാവാണ്. പിന്നെ അസംസക്തി, പദാർത്ഥ അഭാവന, തുര്യക. തുര്യക എന്ന് പറയുന്നത് ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ പറയും, അടിമുടിയറ്റടിതൊട്ടു മൗലിയന്തം സ്ഫുടമറിയുന്നത് തുര്യബോധമാകും. അതായത് ഞാൻ എന്നുള്ള കേവലമായ അവസ്ഥ മാറി നാം എന്ന അവസ്ഥയെ പ്രാപിക്കുമ്പോൾ തുര്യാവസ്ഥയായി. എല്ലാം ഒരേ ഒരു ഈശ്വര സത്യം എന്നുള്ള സാന്ദ്രാനുഭൂതിയിൽ മുഴുകി ജീവാത്മ പരമാത്മ ഐക്യം സാധിച്ച് ബ്രഹ്മനിഷ്ഠനായി വിഹരിക്കുന്നതാണ് തുര്യാവസ്ഥ. ആ തുര്യാവസ്ഥയ്ക്ക് മുൻപുള്ള 6 അവസ്ഥകളിൽ 4-ാമത്തെ അവസ്ഥയിൽ സത്വാപത്തിയിൽ നിൽക്കുന്ന ഒരു മഹാത്മാവായ അധ്യാത്മ പുരുഷനാണ് കുമാരനാശാൻ എന്ന് ഈ നീലകണ്ഠ തീർത്ഥപാദർ പ്രത്യേകമായി പറഞ്ഞു വെക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവം ഉപരിപ്ലവമായൊരു പ്രസ്താവമല്ലേ അല്ല. കുമാരമഹാകവിയുടെ ജീവിതമെടുത്ത് പരിശോധിച്ചാൽ ആശാൻ കൃതികളുടെ ആഴവും പരപ്പുമൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ ഗുരു നിത്യചൈതന്യതി ഒരിക്കൽ അഭിപ്രായപ്പെട്ടതുപോലെ ഗുരുവും ഋഷിയും പ്രവാചകനുമായ കുമാരനാശാൻ ഒരേ സമയം ഋഷിയാണ്, ഗുരുവാണ്, പ്രവാചകനാണ് എന്ന് ഗുരു നിത്യ ചൈതന്യതി അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള കുമാരനാശാൻ എഴുതിയ നിജാനന്ദ വിലാസം എന്ന കൃതി നാം പഠിക്കുമ്പോൾ ആശാൻ അനുഭവിച്ച ഈശ്വരാനുഭൂതിയുടെ വാഗ്മയ ചിത്രമാണ് ഈ നിജാനന്ദ വിലാസം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ അനുഭവിച്ചറിഞ്ഞ അധ്യാത്മ തത്വത്തിൻ്റെ ആവിഷ്കാരമാണ് ആത്മോപദേശ ശതകാദി കൃതികളെന്ന് നമുക്കറിയാം. ഗുരുദേവൻ്റെ അധ്യാത്മ സ്വരൂപം ആത്മോപദേശ ശതകത്തിലും മറ്റും നിറഞ്ഞ് പ്രകാശിക്കുന്നുണ്ട്. അതുപോലെ കുമാരനാശാൻ അനുഭവിച്ചറിഞ്ഞ ഈശ്വരാനുഭൂതിയെ ഈ നിജാനന്ദ വിലാസം എന്ന കൃതിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിജാനന്ദ വിലാസം പഠിതാക്കളായ നിങ്ങൾക്ക് അച്ചടിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതിൽ 1-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ആധാരബ്രഹ്മമാരാഞ്ഞകിലമതിലടക്കിക്കളഞ്ഞങ്ങ് നിൽക്കും മേധാവി പ്രൗഢനും തന്നഴിവിലതിരഴിഞ്ഞന്ധനായി അന്തരിക്കും. വേദാവോതുന്ന വേദം മുഴുവനറികിലും വേല ചെയ്താലുമെന്തേ ബോധാചാര്യക്കഴൽ ചങ്കമലമതിലടിക്കാണ് നിർവാണലോകം.
നാം എല്ലാം ആഗ്രഹിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരമാണ്. മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യമെന്താണ്? ഭാര്യയും ഭർത്താവും മക്കളും കൊച്ചുമക്കളുമായിട്ടൊരു കുടുംബജീവിതം നയിക്കുന്നതാണോ? അല്ല. ഈശ്വരനെ അറിയുക എന്നതാണ് കുടുംബജീവിതത്തിൻ്റെ അർത്ഥം. പരമലക്ഷ്യമാകേണ്ടത് അതാണ്. ഭാര്യയും ഭർത്താവും മക്കളും കൊച്ചുമക്കളും അടങ്ങിയ കുടുംബജീവിതം നയിക്കുമ്പോൾ ഗാർഹസ്ഥ്യധർമ്മ അനുഷ്ഠാനത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തലം ഈശ്വരനെ പ്രാപിക്കുക എന്നുള്ളതാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ പുരുഷാർത്ഥങ്ങളാണ്. ഇതിൽ പരമപുരുഷാർത്ഥം മോക്ഷമാണ്. ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് അർത്ഥകാമങ്ങൾ നേടണം. അർത്ഥം ധനമാണ്. കാമം ഓരോരോ ആഗ്രഹങ്ങളാണ്. കുടുംബജീവിതം നയിക്കുവാൻ ധനമുണ്ടാകണം, ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം. കാമമെന്ന് പറഞ്ഞ ആഗ്രഹം. പലരും ധരിച്ചു വച്ചിരിക്കുന്നൊരു പദമാണ് ഈ കാമം. കാമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള കാമനകളുണ്ട്. ഈശ്വരനെ അറിയുക, അതൊരു കാമനയാണ്. ഭാര്യയും ഭർത്താവുമായി കുടുംബജീവിതം നയിക്കുമ്പോൾ ജോലി ഉണ്ടാകണം, ധനമുണ്ടാകണം, നല്ല ഉദ്യോഗമുണ്ടായിരിക്കണം, സൽസന്താനമുണ്ടായിരിക്കണം, വീടുണ്ടായിരിക്കണം, പല 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 ആഗ്രഹങ്ങളുണ്ടാവും. അതെല്ലാം കാമത്തിൽപ്പെടുന്നതാണ്. ആ കാമനകൾ എങ്ങനെ നിർവഹിക്കണം? ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് നിർവഹിക്കണം. ധർമ്മത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അർത്ഥകാമങ്ങൾ നേടി ജീവിക്കുമ്പോൾ അത് പരമപുരുഷാർത്ഥമായ മോക്ഷത്തിന് പരമ്പരാ കാരണമാകുന്നു. പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ പ്രാപിക്കുവാൻ ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഗൃഹസ്ഥൻ്റെ ജീവിതം അതിനുള്ള മാർഗമാണ്. ഇപ്പോൾ പരമമായ മോക്ഷത്തെ പ്രാപിക്കണം. മോക്ഷത്തെ പ്രാപിക്കുന്നത് മരിച്ചതിന് ശേഷമല്ല. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് മരിച്ചതിന് ശേഷമാണെന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ചെല്ലും, അതാണ് മോക്ഷമെന്നൊക്കെ ആളുകൾ അറിവില്ലായ്മയോടെ ധരിച്ചു വച്ചിട്ടുണ്ട്. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഇരുട്ടിൻ്റെ കട്ടി കുറഞ്ഞ് ആത്മപ്രകാശം നേടി ആത്മാവുമായി താതാത്മ്യം പ്രാപിച്ച് ജീവാത്മ പരമാത്മ ഐക്യത്തെ പ്രാപിച്ചു കഴിയുമ്പോൾ മോക്ഷമായി. മനുഷ്യജന്മത്തിൽ വെച്ച് മാത്രമേ മോക്ഷമുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത ജീവകോടികളുണ്ട്. ആ എണ്ണിയാലൊടുങ്ങാത്ത ജീവകോടികളിൽ മനുഷ്യജന്മമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. കാരണം ചിന്തിച്ച് ജീവിക്കുന്നവൻ മനുഷ്യൻ മാത്രമാണ്. മനുഷ്യനായി ജനിച്ചാൽ മാത്രമേ മോക്ഷം കിട്ടുകയുള്ളൂ. ദേവന്മാർക്ക് കൂടി മോക്ഷം കിട്ടണമെങ്കിൽ മനുഷ്യനായി വന്ന് ജനിക്കണമെന്ന് അധ്യാത്മ ശാസ്ത്രങ്ങൾ ഘോഷിക്കുന്നു. നമുക്ക് 33 കോടി ദൈവങ്ങളുണ്ട്, ദേവതമാരുണ്ട്. ഈ ദേവതമാർ പുണ്യം ചെയ്തതിൻ്റെ ഫലമായിട്ട് സ്വർഗത്തിലെത്തിയവരാണ്. പുണ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ ദേവതമാർ വീണ്ടും വന്ന് ലോകത്ത് മനുഷ്യരായി ജനിക്കും. മനുഷ്യരായി ജനിച്ച് ജീവിച്ച് ഇവിടെ പുണ്യം ചെയ്ത് ദൈവത്തെ പ്രാപിച്ച് ദൈവസ്വരൂപമായി കഴിഞ്ഞാൽ മുക്തപുരുഷനായി. അതാണ് നിർവ്വാണം എന്ന് പറയുന്നത്. മോക്ഷം, പരമപുരുഷാർത്ഥം, വിദേഹമുക്തി പല പേരുകളിൽ പറയും. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് നിർവ്വാണമെന്നാണ്. ദർശനമാലയിൽ 10 ദർശനങ്ങളിൽ ഒന്ന് നിർവ്വാണ ദർശനമാണ്. മനുഷ്യജന്മത്തിൽ പ്രാപിക്കേണ്ട പരമമായ അവസ്ഥയാണ് നിർവ്വാണം.
ഭാരതത്തിൽ നിർവ്വാണത്തെക്കുറിച്ചൊക്കെ ആദ്യം പറഞ്ഞു വെച്ചത് ഭഗവാൻ ബുദ്ധനാണ്. ബുദ്ധൻ മാത്രമല്ല, യോഗവാസിഷ്ടത്തിലും മുക്തിയെക്കുറിച്ച് പറയുന്നത് നിർവ്വാണം എന്ന് തന്നെയാണ്. ഗുരുദേവനും അവിടുത്തെ കൃതികളിൽ സമാധി, മഹാസമാധി എന്നൊക്കെ പറയുന്നതിന് അപ്പുറം ഗുരുദേവനും അരുളി ചെയ്തു നിർവ്വാണം. നിർവ്വാണ ദർശനമുണ്ട് ഗുരുദേവൻ്റെ ദർശനമാലയിൽ. ആ നിർവ്വാണത്തിൻ്റെ ഓരോരോ സ്റ്റേജുകളെക്കുറിച്ച് പറഞ്ഞു വച്ചിട്ടുണ്ട്. കുമാരനാശാനി നിജാനന്ദ വിലാസം എന്ന കൃതിയുടെ ആദ്യത്തെ പദ്യത്തിൽ പറഞ്ഞു വെക്കുന്നത് പരമമായ നിർവ്വാണത്തെ പ്രാപിക്കണം. ആ നിർവ്വാണം എവിടെ സ്ഥിതി ചെയ്യുന്നു? ബോധാചാര്യക്കഴൽ ചെങ്കമലം അതിലടിക്കാണ് നിർവ്വാണ ലോകം. ബോധാചാര്യനായ ജ്ഞാനാചാര്യനായ ഗുരുവിൻ്റെ തൃപ്പാദം, താമരപ്പൂവിന് സദൃശ്യമായിരിക്കുന്ന തൃപ്പാദം, ആ തൃപ്പാദത്തിലാണ് നിർവ്വാണ ലോകം കുടികൊള്ളുന്നത്. ഗുരുദേവൻ ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ കോഹമിതം കുതോ ജഗതിഥി സ്വാമിൻ വദത്വം പ്രഭോ, ഞാൻ ആരാണ്, ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്നിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ബ്രഹ്മവിദ്യയെക്കുറിച്ച് പറയുമ്പോൾ ഗുരുവിനോട് ചോദ്യം ചോദിക്കണം. എങ്ങനെയുള്ള ഗുരുവിനോട്? ബ്രഹ്മവിദുത്തവനായ ഗുരുവിനോട്. ആ ഗുരു എങ്ങനെയുള്ള ആളാണ്? എങ്ങനെയാണ് പ്രസാദിക്കേണ്ടത്? പ്രണതി സേവാദ്യൈഹി പ്രസന്നം ഗുരു. ആ ഗുരുവിൻ്റെ തൃപ്പാദത്തെ പ്രണമിച്ചും സേവ ചെയ്തും ഗുരുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കണം, അനുഗ്രഹം നേടണം. ഇപ്പം നിങ്ങളൊക്കെ വാസ്തവത്തിലൊന്ന് ചിന്തിക്കണം, നിങ്ങളൊക്കെ ഗുരുവിനെ പ്രണമിക്കുന്നുണ്ടോ? നിങ്ങളൊക്കെ സമാധിയിൽ ചെന്ന് ചില ആളുകളൊക്കെ സല്യൂട്ട് അടിക്കും, അപൂർവം ചില ആളുകൾ കൈകൂപ്പും. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ശിവഗിരി വന്നപ്പോൾ എൻ്റെ ബാല്യകാലത്ത് സമാധിയിലെ പൂജയായിരുന്നു എൻ്റെ അനുഷ്ഠാനം. അപ്പോൾ വലിയ നേതാക്കന്മാർ വന്നിട്ടോ കൈ കെട്ടി ഇങ്ങനെ നിൽക്കുന്നത് കാണാം, ഗുരുദേവനെ തൊഴാതെ. ഈ അടുത്ത കാലത്തൊരു രാഷ്ട്രീയ നേതാവ് മഹാസമാധിയിൽ വന്നു. അദ്ദേഹം അതുപോലെ ഇങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ തിരുമുമ്പിൽ ഒന്ന് കൈകൂപ്പാനുള്ള വിവേകമില്ലാതെ പോകുന്നു. കുമാരനാശൻ പറഞ്ഞിട്ടുണ്ട്, വൻപിച്ച നിന്മഹിമയും കൃപയും നിനച്ച് കുമ്പിട്ടിടാത്ത തലയും ശിലയും സമന്താൻ. അല്ലയോ മഹാഗുരു, അവിടുത്തെ വൻപിച്ച മഹിമാവിശേഷം മനസ്സിലാക്കി അങ്ങയെ നമിക്കാത്തവൻ്റെ തലയും ഈ കിടക്കുന്ന കരിങ്കല്ലും ഒരുപോലെയാണ്. മനസ്സിലായല്ലോ? ഗുരുവിനെ നമിക്കാത്തവൻ്റെ തലയും ഈ കിടക്കുന്ന കരിങ്കല്ലും ഒരുപോലെയാണെന്ന് കുമാരമഹാകവി എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ തൃപ്പാദത്തെയാണ് ശരണീകരിക്കേണ്ടത്. ഇത് നല്ലവണ്ണം അറിയാവുന്ന കുമാരനാശാൻ ഒരു ഗുരുവിൻ്റെ തൃപ്പാദത്തിലാണ് നിർവ്വാണം, ഈശ്വരാനുഭൂതി കുടികൊള്ളുന്നത്. അതുകൊണ്ട് ഈശ്വരാനുഭൂതിയെ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു ഗുരുവിൻ്റെ തൃപ്പാദത്തെ ശരണീകരിക്കണം. ഇപ്പം ശ്രീനാരായണ ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യമായ വചനങ്ങളുണ്ട്, ഗുരുവിൻ്റെ ജീവിതമുണ്ട്. ഗുരുവാണ് നമുക്ക് വഴിയും വഴികാട്ടിയുമായ പരമഗുരുവും പരമരക്ഷിതാവും. ശിവഗിരിയിൽ സന്യാസിമാരുണ്ട്. ഈ സന്യാസിമാർ ഗുരുദേവൻ്റെ പ്രതിനിധികളാണ്, ഗുരുദേവൻ്റെ പ്രതീകങ്ങളാണ്. ആ മഹാഗുരുവിനെ നമിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഗുരുവിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന സന്യാസിമാരോട് നമുക്ക് സ്നേഹവും ആഭിമുഖ്യവും ആദരവും ഉണ്ടായിരിക്കണം. അത് അധ്യാത്മ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കുമാരനാശാൻ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈശ്വരാനുഭൂതിയെ നിങ്ങൾക്ക് വേണമോ ഒരു ഗുരുവിൻ്റെ തൃപ്പാദത്തിലാണ് ധരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. എന്നിട്ട് ഇപ്പം നിങ്ങളൊക്കെ പറയും ഞങ്ങളൊക്കെ വളരെ പഠിച്ചവരാണ്,
ഞങ്ങൾക്ക് ഉപനിഷത്തറിയാം, വേദമറിയാം, വേദാന്തം അറിയാം, രാമായണവും മഹാഭാരതവും പുണ്യഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് അറിവുണ്ട്, ഗുരുദേവൻ്റെ ചില കൃതികളൊക്കെ വായിച്ചൊക്കെ പരിചയമുണ്ട്, ഞാൻ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന ആളാണ്, ഞാൻ ആഢ്യനാണ്, ഞാൻ അഭിമാനിയാണ്, കോന്യോസ്മി സദൃശവുമായ എന്നെപ്പോലെ വേറെ ആരുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ ചിന്തകളൊക്കെ വന്നേക്കാം. എത്ര പഠിപ്പും വേദാന്താദി ശാസ്ത്രങ്ങളിൽ എത്ര അറിവും ഒക്കെ ഉണ്ടെങ്കിലും ഈ പദ്യത്തിൻ്റെ ആദ്യ ആശാൻ പറയുക, അന്ധനായി അന്തരിക്കും. ആധാര ബ്രഹ്മമാരാഞ്ഞകിലമതിലടക്കിക്കളഞ്ഞങ്ങ് നിൽക്കും മേധാവി പ്രൗഢനും തന്നഴിവിൽ അതിരഴിഞ്ഞന്ധനായി അന്തരിക്കും. ആധാരബ്രഹ്മം, ജഗത്തിന് മുഴുവനും ആധാരമായിരിക്കുന്ന ബ്രഹ്മസത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദങ്ങൾ നല്ലവണ്ണം പഠിച്ച് ആ വേദത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനും ബ്രഹ്മത്തെ അറിഞ്ഞില്ലെങ്കിൽ അതെല്ലാം തുച്ഛമാണ്, മിഥ്യയാണ്. വേദാവോതുന്ന വേദം മുഴുവൻ അറികിലും വേല ചെയ്താലും എന്തേ? വേദത്തിന് രണ്ട് ഭാഗമുണ്ട്, പൂർവമീമാംസയും ഉത്തരമീമാംസയും. പൂർവമീമാംസ എന്ന് പറയുന്നത് വേദാന്തമാണ്. ഉപനിഷത്ത്, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം ഇതൊക്കെ വേദാന്തമാണ്. വേദത്തിൻ്റെ പൂർവമീമാംസയുണ്ട്. ആ പൂർവമീമാംസ എന്ന് പറയുന്നത് വൈദിക യാഗാദി കർമ്മങ്ങളടങ്ങിയതാണ്. ഇന്ന വൈദിക കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള വിധിയുള്ളതാണ് വേദത്തിൻ്റെ പൂർവഭാഗം. വേദത്തിൻ്റെ ഉത്തരഭാഗം വേദാന്തമാണ്. ഇവിടെ ആദ്യം പറഞ്ഞു, നീ വേദാന്തമൊക്കെ പഠിച്ച് ഈ ദൈവസത്യത്തെ അറിഞ്ഞില്ലെങ്കിൽ അന്ധനായി അന്തരിക്കും. വേദാവോതുന്ന വേദം, വേദാവെന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ഈ ബ്രഹ്മാവിൽ നിന്നുമാണ് വേദമുണ്ടായതെന്നാണ് വിശ്വാസം. തസ്യ ഉച്ഛ്വസിതം വേദഃ, ആ ബ്രഹ്മാവിൻ്റെ ഉച്ഛ്വാസത്തിൽ നിന്നും 4 മുഖത്തിൽ നിന്നും 4 വേദങ്ങളുണ്ടായി. വേദം അപരിഷേയമാണ് എന്ന് അതുകൊണ്ട് വിശ്വസിച്ചു പോരുകയാണ്. കുമാരനാശൻ പറയുക, വേദാവോതുന്ന വേദം മുഴുവൻ അറിയിലും ഈ വേദങ്ങളൊക്കെ മനഃപ്പാഠം പഠിച്ചു വെക്കും ബ്രാഹ്മണരൊക്കെ. അത് ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് അതിനെ ശ്രുതി എന്ന് പറയുന്നത്. വേദാവ് ഉപദേശിച്ചിരിക്കുന്ന വേദമന്ത്രങ്ങളൊക്കെ എല്ലാം പഠിച്ചവനാണെങ്കിൽ തന്നെയും ബ്രഹ്മതത്വത്തെ സാക്ഷാത്കരിക്കണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ തൃപ്പാദത്തെ ശരണീകരിക്കണം. നിങ്ങൾക്ക് നല്ല പരിചയമുള്ളൊരു കാര്യം, സാമ്പാറിനകത്ത് കിടക്കുന്ന തവി, അതീത്യ ചതുരോ വേദാൻ ബ്രഹ്മതത്വം വിശേഷതഃ ബ്രഹ്മതത്വം ന ജാനാമി ഗുരുവി പാകരസം യതഃ. 4 വേദങ്ങൾ നല്ലവണ്ണം പഠിച്ചു. ഇതൊക്കെ ഉപദേശിച്ചു കൊടുക്കുവാനുള്ള പ്രസംഗങ്ങളും വ്യാഖ്യാനങ്ങളുമൊക്കെ പഠിച്ചു വെച്ചു. പക്ഷെ ബ്രഹ്മതത്വത്തെ അറിയുന്നില്ലെങ്കിൽ സാമ്പാറിനകത്ത് കിടക്കുന്ന തവി പോലെയാണ്. സാമ്പാറിനകത്ത് കിടക്കുന്ന തവിക്ക് സാമ്പാറിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റുമോ? അതുപോലെയാണ് നമ്മളിതെല്ലാം വായിച്ചു പഠിച്ച് ഇതിനെക്കുറിച്ചൊക്കെ വാചാലമായി പ്രസംഗിച്ച് നടന്നാലും ബ്രഹ്മതത്വത്തെക്കുറിച്ചറിയുന്നില്ല എങ്കിൽ ഈ പറയുന്ന സാമ്പാറിനകത്ത് കിടക്കുന്ന തവി പോലെയാകും നമ്മൾ ഓരോരുത്തരും. അത് വരാൻ പാടില്ല. നമ്മളെന്ത് വേണം? ഒരു ഗുരുവിൻ്റെ തൃപ്പാദത്തെ ശരണീകരിച്ചു ജീവിക്കണം. ഒരു ഗുരുവിൻ്റെ തൃപ്പാദത്തെ ശരണീകരിക്കുക എന്ന് പറഞ്ഞാൽ വിനീതനാവുക. ഈശ്വര അനുഭൂതിയുടെ, ഈശ്വര സത്യസാക്ഷാത്കാരത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന തത്വം വിനീതനാവുക എന്നുള്ളതാണ്.
ആത്മോപദേശകത്തിൻ്റെ 1-ാം ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരു ഉപദേശിക്കുന്നു, തെരുതര വീണു വണങ്ങി ഓതിടേണം. ബ്രഹ്മസത്യത്തെ പ്രാപിക്കുവാൻ അറിവിലും അറിയുന്നവനിലും ഒത്തുപുറത്തും ഏറി ഉജ്ജ്വലിക്കും കരിവിന് കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടേണം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന പ്രകാശങ്ങളുടെ എല്ലാം പ്രകാശമായ അഖണ്ഡപ്രകാശത്തെ സാക്ഷാത്കരിച്ചാൽ പരമമായ ആനന്ദാനുഭൂതിയായി, ആ പരമമായ ആനന്ദാനുഭൂതി അനുഭൂതമാകണമെങ്കിൽ നീ സാധന ചെയ്യണം. എങ്ങനെ സാധന ചെയ്യണം? വീണു വണങ്ങി സാധന ചെയ്യണം. എത്രയും വിനീതമാനായി സർവാർപ്പണം ചെയ്ത് വീണ്ടും വീണ്ടും എപ്പോഴാണോ പരമമായ ആനന്ദാനുഭൂതി അനുഭവവേദ്യമാകുന്നത് അതുവരെയും സാധന ചെയ്ത് ജീവിക്കണം. ഒരു ഗുരുവിൻ്റെ തൃപ്പാദത്തിലാണ് അത്. അതുകൊണ്ട് ഗുരുവിൻ്റെ തൃപ്പാദത്തെ ശരണീകരിച്ച് ജീവിതം നയിക്കണം. ധ്യാനമൂലം ഗുരുമൂർത്തി പൂജ. അപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്, ഒരു ഗുരുവിൻ്റെ തൃപ്പാദത്തെ ശരണീകരിക്കണം. ഗുരുദേവനും നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു, തെരുതര വീണു വണങ്ങി ഓതണം. എപ്പോഴാണോ പരമമായ ഈശ്വരാനുഭൂതി കരഗതമാകുന്നത്, ഇന്നുള്ളതിനെ അപേക്ഷിച്ച് കൂടുതൽ ആനന്ദം എപ്പോഴാണോ ലഭിക്കുക, അതാണ് മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ എന്തോ കാര്യമാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കേണ്ട. ഇന്ന് നിങ്ങൾക്കൊരാനന്ദമുണ്ട്. ഈ ആനന്ദം വർദ്ധിച്ച് 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 പരമമായ ആനന്ദമാണെങ്കിൽ ആകാശങ്ങളെ അണ്ടരാശിയോടും ഭക്ഷിക്കും ആകാശമായി, ഈ കാണുന്ന സഹസ്രരശ്മിയെ ഇരുട്ടാക്കും പ്രഭാസാരമായി, ശോകാശങ്ക എഴാത്ത ശുദ്ധസുഖവും ദുഃഖീകരിക്കുന്നതാം ഏകാന്തദ്വേഷാന്തി ഭൂമിന് നമസ്കാരം നമസ്കാരമേ. ഈ സൂര്യനെ കരിക്കട്ടയാക്കുന്ന ഒരു മഹാപ്രകാശമുണ്ട്, അതാണ് ബ്രഹ്മം. ആ പ്രകാശത്തെ നമുക്ക് കൂടുതൽ അനുഭവിക്കാൻ സാധിച്ചാൽ നാം പ്രകാശമുള്ളവരായി. എവിടെ പ്രകാശമുണ്ടോ അവിടെ അഭയമുണ്ട്, ആനന്ദമുണ്ട്. മോക്ഷം എന്ന് പറഞ്ഞാൽ പ്രകാശകത്വം ആർജിക്കുക എന്നുള്ളതാണ്. നല്ല അറിവ് നേടുമ്പോൾ പ്രകാശകത്വമായി. അറിവാണ് ദൈവം എന്ന് ഗുരുദേവൻ പറയാനുള്ള കാരണവും അതുതന്നെയാണ്. ഏതായാലും ആ അറിവിനെ നേടി വിജ്ഞാനമുള്ളവരായി ആനന്ദാനുഭൂതിയിൽ അഭിരമിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കുമാരനാശാൻ ഈ വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി പാടിവെച്ചു, ഒരു ഗുരുവിൻ്റെ തൃപ്പാദത്തെ ശരണീകരിക്കൂ, അവിടെയാണ് പരമാനന്ദാനുഭൂതി. എന്നിട്ട് കുമാരനാശാൻ പറയുക, എനിക്കൊരു ഗുരുവുണ്ട്, ഞാൻ അനുഗ്രഹീതനാണ്, എനിക്കൊരു ഗുരുവുണ്ട്. ആ ഗുരു ആരാണ്? ആനന്ദാരംഭമാകുന്ന അമൃതകലശവാരാശി മധ്യത്ത് അനന്തസ്ഥാനത്തിൽ സാന്ദ്രമോദം സദസരസ സദ്യോഗനിദ്രൻ വിനിദ്രൻ നാനാലോകാനുരൂപൻ നതജന നരകാരാതി നാരായണാക്യൻ ജ്ഞാനാചാര്യം ജയിക്കുന്നിതു മമ നിജ നിർവാണ ലക്ഷ്മീ നിവാസൻ. എനിക്കൊരു ഗുരുവുണ്ട്, നാരായണൻ എന്ന പേരോട് കൂടിയ നാനാലോകാനുരൂപനായ പരമജ്ഞാനിയായ ഒരു ഗുരു എനിക്കുണ്ട്. ആ ഗുരു ഉള്ളതുകൊണ്ട് എൻ്റെ ജീവിതം ധന്യമാണ്, എൻ്റെ ജീവിതം അനുഗ്രഹീതമാണ്. ആ ഗുരു എങ്ങനെയുള്ളവനാണ്? ആ ഗുരുവിൻ്റെ സ്വരൂപം എന്താണ്? നിങ്ങൾ കേട്ടിട്ടില്ലേ ആദിനാരായണനെ കുറിച്ച്? ആദിനാരായണൻ, ആ ആദിനാരായണൻ പാൽക്കടലിൻ്റെ മധ്യത്ത് അനന്തനിൽ ശയിച്ചുകൊണ്ട് ലക്ഷ്മീ ദേവിയുടെ തൽപ്പത്തിൽ തലവെച്ച്, മടിയിൽ തലവെച്ച് യോഗനിദ്ര കൊണ്ട് അഷ്ടൈശ്വര്യ സിദ്ധികളോടുകൂടി പ്രകാശിക്കുന്നത് കാണുന്നില്ലേ ആദിനാരായണൻ, ആ മഹാവിഷ്ണു? ഇവിടെ ഇതാ നവനാരായണൻ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ വിഷ്ണുവിനോട് ചേർത്ത് ഗുരുവിനെ പറയുകയാണ്. എന്തിനാ പറയുന്നത്?
ഗുരുവിൻ്റെ മഹത്വം ഒന്ന് വെളിവാക്കാൻ വേണ്ടി ആശാൻ പറയുകയാണ്. ഈ ആദിനാരായണൻ പാൽക്കടലിൻ്റെ മധ്യത്ത് അനന്തനിൽ ശയിക്കുന്നു. ശ്രീനാരായണ ഗുരുവോ? ശ്രീനാരായണ ഗുരു ആനന്ദമാകുന്ന പാൽക്കടലിൻ്റെ മധ്യത്ത് ജ്ഞാനം കൊണ്ടിതിലേറി പാനം ചെയ്യുന്ന പരമഹംസജനം. ശ്രീനാരായണ ഗുരുദേവൻ്റെ സ്വരൂപത്തെ കുമാരമഹാകവി പാടിവെക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ആദിനാരായണനെ പോലെ ശയിക്കുന്നു. എവിടെ? ആനന്ദമാകുന്ന സമുദ്രത്തിൽ. പാലാഴി ആനന്ദ സമുദ്രത്തെ ഇവിടെ കാട്ടിത്തരികയാണ്. ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പരമഹംസന്മാർ വിരാജിക്കുമല്ലോ, അതുപോലെ മഹാവിഷ്ണു പാലാഴിയുടെ മധ്യത്താണ് ശയിക്കുന്നത് എങ്കിൽ ശ്രീനാരായണ ഗുരു ആനന്ദമാകുന്ന സമുദ്രത്തിൻ്റെ മധ്യത്ത് മഹാവിഷ്ണുവിന് ലക്ഷ്മീദേവിയുടെ തൽപ്പത്തിലാണ് ശയിക്കാൻ സാധിക്കുന്നതെങ്കിൽ ഗുരുദേവൻ അഷ്ടൈശ്വര്യ സിദ്ധികളാകുന്ന ലക്ഷ്മി ഭഗവതിയോടുകൂടി. അഷ്ടൈശ്വര്യങ്ങൾ ഏതൊക്കെയാണ്? അണിമ, മഹിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം എന്നിങ്ങനെയുള്ള അഷ്ടസിദ്ധികൾ. ആ അഷ്ടസിദ്ധികളോടുകൂടി ഗുരു വിരാജിക്കുന്നു. എങ്ങനെ? നാനാലോകാനുരൂപൻ. ശ്രീനാരായണ ഗുരു ആരാണ്? നാനാലോകാനുരൂപൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഗുരുവിനെക്കുറിച്ച് കുറേ കാലമായി വായിച്ച് പഠിച്ച് നടക്കുന്ന ഒരാളാണ്. എൻ്റെ പഠനത്തിൽ എനിക്ക് വെളിപ്പെട്ട് കിട്ടിയ ഒരു സത്യം, ശ്രീനാരായണ ഗുരു നാനാലോകാനുരൂപനാണ്. ഗുരുദേവൻ്റെ ആദ്യ ശിഷ്യനായ ശിവലിംഗ സ്വാമി സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുദേവൻ സർവലോകാനുരൂപനാണെന്ന് പറഞ്ഞു വച്ചു. ആദ്യ ഗൃഹസ്ഥ ശിഷ്യനെന്ന് വിശേഷിപ്പിക്കാവുന്ന കുമാരനാശാനും പാടി നാനാലോകാനുരൂപൻ. സർവലോകാനുരൂപൻ തന്നെയാണ് നാനാലോകാനുരൂപനും, രണ്ടും ഒന്ന് തന്നെ. ശ്രീനാരായണ ഗുരുദേവന് നൽകാവുന്ന ഏറ്റവും ഔചിത്യപൂർണമായ വിശേഷണം ഈ നാനാലോകാനുരൂപൻ, സർവലോകാനുരൂപൻ എന്നുള്ളതാണ്. ലോകചരിത്രത്തിൽ എത്രയെത്ര ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്, എത്രയെത്ര മഹാത്മാക്കൾ ഉണ്ടായിട്ടുണ്ട്. ആ മഹാത്മാക്കളിൽ നിന്നും ശ്രീനാരായണ ഗുരുദേവനെ വ്യതിരിക്തനാക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ സർവലോകാനുരൂപനാണ്, നാനാലോകാനുരൂപനാണെന്നാണ്. ശങ്കരാചാര്യരെ നാം എടുത്തു പഠിച്ചാൽ ശങ്കരാചാര്യരുടെ 4 ശിഷ്യന്മാരുണ്ട്. പത്മപാദനും തോടകനും ഇങ്ങനെ തുടങ്ങിയ 4 ശിഷ്യന്മാർ. എല്ലാവരും ശങ്കരാചാര്യരെ പോലെ അധ്യാത്മജ്ഞാനികളും അദ്വൈത ചിന്തയെ പിന്തുടരുന്നവരുമാണ്. സോക്രട്ടീസിനെ എടുത്ത് പഠിച്ചാൽ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലുമൊക്കെ തത്തുല്യം ദാർശനികന്മാരാണ്. മഹാത്മാഗാന്ധി എടുത്ത് പഠിച്ചാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും പട്ടേലും ഒക്കെ അടക്കമുള്ളവർ രാക്ഷമീമാംസകരാണ്. ഒരു ഗുരുവിനെ എടുത്ത് പഠിക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാം ആ ഗുരുവിൻ്റെ മഹത്വത്തെയാണ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നത്. ഇനി ശ്രീനാരായണ ഗുരുദേവനെ നാം എടുത്ത് പഠിച്ചാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യന്മാരെങ്ങനെയുള്ളവരാണ്? ഏതെങ്കിലും ഒരു തലത്തിലുള്ളവരല്ല. ഗുരുദേവന് മഹാദാർശനികന്മാർ, നടരാജ ഗുരുവിനെ പോലെയുള്ള മഹാദാർശനികന്മാർ ശിഷ്യന്മാരായിരുന്നു. ബോധാനന്ദ സ്വാമി, ശിവലിംഗ സ്വാമി തുടങ്ങിയ മഹാസന്യാസിമാർ ശിഷ്യന്മാരായിരുന്നു. ഗോവിന്ദാനന്ദ സ്വാമി, ശങ്കരാനന്ദ സ്വാമി തുടങ്ങിയ മഹാഭക്തന്മാർ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നു. കുമാരനാശാനെ പോലെയുള്ള മഹാകവികൾ ശിഷ്യന്മാരായിട്ടുണ്ട്. ഡോക്ടർ പൽപുവിനെ പോലെയുള്ള വിപ്ലവകാരികൾ ഗുരുവിന് ശിഷ്യനായിട്ടുണ്ട്. നിരീശ്വരവാദിയായ സഹോദരൻ അയ്യപ്പനെ പോലെയുള്ളവർ ശിഷ്യന്മാരുണ്ട്.
ദൈവം ഇരിക്കട്ടെ, മതവും ജാതിയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ വക്കീലിനെ പോലെയുള്ളവർ ഗുരുവിന് ശിഷ്യന്മാരായിട്ടുണ്ട്. നോക്കുമ്പോൾ ജീവിതത്തിൽ ഏതേതു മണ്ഡലങ്ങളുണ്ടോ ആ മണ്ഡലങ്ങളിലെല്ലാം അന്യൂനമായ വ്യക്തിപ്രാഭവത്തോടുകൂടി കഴിഞ്ഞ അതിമാനുഷന്മാരായ ശിഷ്യവരേണ്യന്മാർ ശ്രീനാരായണ ഗുരുവിനുണ്ടായിരുന്നു. ഭാരതത്തിൽ ലോക ചരിത്രത്തിൽ ഇതുപോലെ വൈചിത്ര്യമാർന്ന ശിഷ്യന്മാരോട് കൂടിയ ഒരു ഗുരുവിനെ, ആചാര്യരെ, മഹാത്മാവിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇരുട്ടും വെളിച്ചവും ഒന്നിച്ചിരിക്കുമോ? വെള്ളവും തീയും ഒന്നിച്ചിരിക്കുമോ? സുഖവും ദുഃഖവും ഒന്നിച്ചിരിക്കുമോ? ദൈവവിശ്വാസിയും ദൈവനിഷേധിയും, മതവിശ്വാസിയും മതനിഷേധിയും, ആസ്തികനും നാസ്തികനും, ദാർശനികനും സാമൂഹ്യ പരിഷ്കർത്താവും, വിപ്ലവകാരിയും കവിയും എന്ന് വേണ്ട ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലുമുള്ള ശിഷ്യന്മാർ ഗുരുവിനുണ്ട്. ഈ ശിഷ്യന്മാരെല്ലാം പറയും, സ്വാമി എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. സഹോദരൻ അയ്യപ്പൻ നിരീശ്വരവാദിയാണ്, യുക്തിവാദിയാണ്. സഹോദരൻ എഴുതി വച്ചിട്ടുണ്ട്, സ്വാമി തൃപ്പാദങ്ങൾ എന്നെ സ്നേഹിച്ച് വളർത്തിയതുപോലെ മറ്റൊരാളെയും സ്നേഹിച്ചു വളർത്തിയിട്ടില്ല. ബോധാനന്ദ സ്വാമിയും സത്യവ്രത സ്വാമിയും ശിവലിംഗ സ്വാമിയും പറഞ്ഞിട്ടുണ്ട്, സ്വാമി തൃപ്പാദങ്ങളുടെ അപാരമായ കാരുണ്യം ഞങ്ങളിൽ ചൊരിഞ്ഞ് ഞങ്ങളെ ഗുരു വളർത്തിയെടുത്തു. നടരാജ ഗുരു പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്വാമി വളർത്തിയതുപോലെ, ഗുരു വളർത്തിയതുപോലെ വേറൊരാളെയും വളർത്തിയിട്ടില്ല. ഓരോ ശിഷ്യന്മാർക്കും ആ വിധമായ അഭിമാനങ്ങളുണ്ട്. എന്താ ഗുരുവിൻ്റെ പ്രത്യേകത? ഗുരു നാനാലോകാനുരൂപനായിരുന്നു, സർവലോകാനുരൂപനായിരുന്നു. അങ്ങനെ സർവലോകാനുരൂപനായ ഒരു ഗുരു എനിക്കുണ്ട്. ജ്ഞാനാചാര്യൻ, ജ്ഞാനത്തിൻ്റെ ആചാര്യനായ ശ്രീനാരായണ ഗുരു എനിക്ക് ഗുരുവായിട്ടുണ്ട്. ഞാൻ ധന്യനാണ്, ഞാൻ അനുഗ്രഹീതനാണ്. ആനന്ദാരംഭമാകുന്ന അമൃതകലശ വാരാശി മധ്യത്തനന്തസ്ഥാനത്തിൽ സാന്ദ്രമോദം സദസരസ സദ്യോഗ നിദ്രൻ വിനിദ്രൻ നാനാലോകാനുരൂപൻ നതജന നരകാരാതി നാരായണാഖ്യൻ ജ്ഞാനാചാര്യൻ ജയിക്കുന്നിതു മമ നിർവാണലക്ഷ്മീ നിവാസൻ. നിങ്ങൾ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസനെയും വിവേകാനന്ദ സ്വാമിയെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാരതത്തിലെ വലിയ അധ്യാത്മ സ്ഫുലിംഗങ്ങളായിരുന്നു ശ്രീരാമകൃഷ്ണദേവനും വിവേകാനന്ദ സ്വാമി. വിവേകാനന്ദ സ്വാമി ഒരു കാലത്ത് നരേന്ദ്രനാഥനായിരുന്നു. നരേന്ദ്രനാഥൻ അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കൽക്കട്ടയിൽ ജീവിച്ചിരുന്ന സന്യാസിമാരെയും പണ്ഡിതന്മാരെയും മാറി 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 കണ്ടു. ഒരാൾ പോലും ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞില്ല. ഏറ്റവും അവസാനം ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ അടുത്ത് ചെന്നു. ശ്രീരാമകൃഷ്ണനോട് ചോദിച്ചു, അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ശ്രീരാമകൃഷ്ണൻ ഈ നരേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ട്, ഞാൻ നിന്നെ കാണുന്നത് പോലെ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ കാണുന്നത് പോലെ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. എങ്കിൽ ആ ദൈവത്തെ എനിക്കും ഒന്ന് കാട്ടിത്തരാമോ? തീർച്ചയായും കാട്ടിത്തരാം, നീ എന്നോടൊപ്പം താമസിക്കുക. അങ്ങനെ നരേന്ദ്രനാഥ ദത്തൻ ശ്രീരാമകൃഷ്ണൻ്റെ കൂടെ താമസം ആരംഭിച്ചു. കുറേ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കടന്നുപോയി. പക്ഷെ ദൈവത്തെ കാണാനൊന്നും പറ്റിയില്ല. നല്ലൊരു കഥാരൂപേണ ശ്രീരാമകൃഷ്ണൻ്റെ വചനാമൃതത്തിൽ അത് കാണാൻ സാധിക്കും. ഒരിക്കൽ ഗുരുനാഥൻ ശ്രീരാമകൃഷ്ണൻ ഗംഗയിൽ കുളിക്കാൻ പോയി. ശിഷ്യന്മാരും കൂടെ കൂടി ഗംഗയിൽ മുങ്ങി കുളിച്ചു. ശിഷ്യന്മാർ നരേന്ദ്രനാഥനും വെള്ളത്തിൽ മുങ്ങി. ഇത് തന്നെ പറ്റിയ അവസരം എന്ന് പറഞ്ഞ് നരേന്ദ്രനാഥനെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുക്കിക്കൊണ്ടുപോയി. ജീവനെ കൊതിയുള്ളവനായ ശിഷ്യൻ ഗുരുവിൻ്റെ കരാളമായ കരങ്ങളിൽ നിന്നും മോചിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഗുരു മുറുകെ പിടിച്ചു.
ശിഷ്യൻ വെള്ളത്തിൻ്റെ അടിയിൽ കടന്ന് ശ്വാസം മുട്ടി. ജീവനിൽ കൊതിയുള്ളവനായ ശിഷ്യൻ വല്ലവിധനെയും കരയ്ക്ക് കയറി. ദൈവത്തെ കാട്ടിത്തരാമെന്ന് പറഞ്ഞ് കൂടെ താമസിച്ച ഈ ഗുരുനാഥൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ്, അതുകൊണ്ട് ഈ ഗുരുനാഥൻ ഇനി ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു പാറക്കഷ്ണം എടുത്ത് പൊക്കി ഗുരുവിൻ്റെ തലയിലിടാൻ. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, മോനെ വരട്ടെ, നീ കല്ലിടാൻ വരട്ടെ. നീ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നപ്പോഴെന്താ ദാഹിച്ചത്, മോഹിച്ചത്? ഒരിറ്റ് ശ്വാസമല്ലേ? വെള്ളത്തിനടിയിൽ കിടന്നുകൊണ്ട് ജീവനെ നിലനിർത്താൻ ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി നീ കുതറിയല്ലോ. അതുപോലെയുള്ള ആഗ്രഹം വേണം ദൈവത്തെ കാണാൻ. എങ്കിലേ ദൈവത്തെ കാണാൻ സാധിക്കൂ. നിങ്ങൾക്ക് ദൈവത്തെ കാണണമോ? തീർച്ചയായും അദമ്യമായ ഈ ആഗ്രഹത്തോടു കൂടി ഗുരുദേവനെ ഭജിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃപ്പാദ ദർശനം നമുക്കുണ്ടാകണമോ? സമർപ്പിത ചേതസ്സുകളായി ഗുരുവിൻ്റെ ഭക്തരും ആരാധകരുമായി ജീവിക്കണം. ഗുരുദേവൻ ശിവശതകത്തിൽ എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കുറി നിൻ തിരുമേനി വന്ന് മുന്നിൽ തിരുമുഖമൊന്നു തിരിച്ചു നോക്കി, എന്നിൽ പെരുകിന സങ്കട വൻകടൽ കടത്തിത്തരുവതിനെന്ന് തരം വരും ദയാലുവായ ഭഗവാനെ, അവിടുന്ന് ഒരു പ്രാവശ്യം എൻ്റെ മുമ്പിൽ എഴുന്നള്ളയണമേ. എൻ്റെ മുമ്പിൽ എഴുന്നള്ളിയാൽ മാത്രം പോരാ, എന്നെ ഒന്ന് നോക്കണം. എങ്ങനെ നോക്കണം? തിരിച്ചു നോക്കണം. എൻ്റെ മുമ്പിൽ എഴുന്നള്ളിയിട്ട് എന്നെ തിരിച്ചു നോക്കണം. നോക്കിയാൽ മാത്രം പോരാ, പെരുകിയ സങ്കട വൻകടൽ കടത്തി തരണമെന്ന് പ്രാർത്ഥിക്കണം. ഈ അർത്ഥന ഗുരുദേവനിൽ വെച്ചു പുലർത്തിക്കൊണ്ട് അനന്യ ശരണാഗതരായി ഗുരുദേവനിൽ സമർപ്പിത ചേതസ്സുകളായാൽ ജീവിതത്തിന് ശാന്തിയും സമാധാനവും ഭദ്രതയും ഉണ്ടാകും. നിങ്ങൾ കുടുംബജീവിതത്തിൻ്റെ പൊല്ലാപ്പുകളിൽപ്പെട്ട് ഉഴലുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃപ്പാദത്തെ ശരണീകരിക്കണം. ആവി വൻ തോണി നിൻപദം. ഗുരുവിൻ്റെ തൃപ്പാദം ഒരു കപ്പലാണ്, ആവി കണ്ടോടുന്ന കപ്പലാണ്. ഗുരു കപ്പിത്താനാണ്. ഗുരുവിൻ്റെ തൃപ്പാദമാകുന്ന കപ്പലിനെ ശരണീകരിച്ച് പ്രാർത്ഥിച്ചുപാസിച്ച് ജീവിക്കുന്നവൻ സംസാരത്തിൻ്റെ ദുഃഖത്തിൻ്റെ മറുകര പോകും. ആ പ്രഗാഢമായ ഭക്തി നമുക്കുണ്ടാകണം. നരേന്ദ്രനാഥനോട് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, നിനക്ക് ഈ രീതിയിലുള്ള അദമ്യമായ ഭക്തി ഉണ്ടായാൽ ദൈവത്തെ കാണാൻ പറ്റും. അങ്ങനെ നരേന്ദ്രനാഥൻ ശ്രീരാമകൃഷ്ണനോടുകൂടി താമസിച്ച് ഒരു ഘട്ടമെത്തിയപ്പോൾ ശിഷ്യൻ്റെ പരിപക്വതയും പാകതയുമൊക്കെ നല്ലവണ്ണം മനസ്സിലാക്കിയപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ആ ശിഷ്യൻ്റെ തലയിൽ ഒന്ന് കൈവച്ച് നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? അണ്ടകടകാടി കോടികളൊക്കെ മാറിമറയുന്ന പ്രതീതി ഉണ്ടായി. അണ്ടകടാഹ കോടികൾ മാറിമറഞ്ഞു പോയി ആ അനുഭൂതിയിൽ. ഒരു ഗുരുവിൻ്റെ കരസ്പർശമേറ്റാൽ കാന്തത്തിലേക്ക് ഇരുമ്പിൻ്റെ കണിക വീഴുന്നത് പോലെയാണ്, കാന്തശക്തിയായി പോകും. ഇവിടെ കാന്തിക വലയത്തിലകപ്പെട്ട നരേന്ദ്രനാഥന് ആകാശങ്ങളെ അണ്ടരാശിയോടും ഭക്ഷിക്കുന്ന ആകാശമായി നിൽക്കുന്ന പരമ്പൊരുളായ പരമാത്മ സത്യത്തെ, ഈശ്വര സത്യത്തെ അറിഞ്ഞ് അനുഭവിക്കാൻ സാധിച്ചു. അത് നരേന്ദ്രനാഥ ദത്തൻ വളർത്തിക്കൊണ്ട് ജീവിതം നയിച്ച് മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം സ്വാമി വിവേകാനന്ദനായി മാറി. സ്വാമി വിവേകാനന്ദൻ ഉണ്ടായത് അങ്ങനെയാണ്. ഇതുപോലെ അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യത്വം നേടിക്കൊണ്ട് ഓരോ ശിഷ്യന്മാർ, ശിവലിംഗസ്വാമി, ചൈതന്യസ്വാമി, നിശ്ചലതാസ്വാമി, അക്കൂടത്തിൽ ചിന്നസ്വാമിയായ കായിക്കര കുമാരവും കൂടി അന്ന് അരുവിപ്പുറത്തൊരു ഗുരുകുലമുണ്ട്, വേദാന്ത ഗുരുകുലം. ആ വേദാന്ത ഗുരുകുലത്തിൽ ഗുരുദേവൻ ഇവരെ വേദാന്താദി ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നു. ആരെയൊക്കെ?
പ്രഥമ ശിഷ്യനായ ശിവലിംഗസ്വാമി, പിന്നെ വന്ന നിശ്ചലനാഥ സ്വാമി, അരുമാനൂർ നാണു, നാരായണപിള്ള, ചെറിയൻകീഴ് നാരായണപിള്ള, ചൈതന്യസ്വാമി, അരുവിപ്പുറത്തുണ്ടായിരുന്ന ഒരു കൃഷ്ണപിള്ള, കൊടുങ്ങല്ലൂരുകാരനായിരിക്കുന്ന ശങ്കരൻ പരദേശി സ്വാമി, ചേർത്തലക്കാരനായ വേലു ശാന്തലിംഗസ്വാമി, ഇവരെല്ലാം ആ ഗുരുകുലത്തിൽ ഇരുത്തിക്കൊണ്ട് ഗുരുദേവൻ പഠിപ്പിച്ചിരുന്നു. അതിൽ പരിപക്വത നേടിയ ശിഷ്യന്മാർക്ക് ഗുരുവിൻ്റെ കരസ്പർശം കൊണ്ട് ഈശ്വരാനുഭൂതി ലഭ്യമായിട്ടുണ്ട്. ആദ്യ ശിഷ്യനായ ശിവലിംഗസ്വാമിക്ക് ഈ അനുഭൂതിയെ ഗുരുദേവൻ പ്രദാനം ചെയ്തിട്ടുണ്ട്. അതിനെ ശക്തി നിപാതം എന്ന് പറയും. ശൈവ സമ്പ്രദായം അനുസരിച്ച് ഒരു ഗുരു ശിഷ്യനിലേക്ക് അധ്യാത്മ ചൈതന്യത്തെ പകരും. എങ്ങനെ? സ്പർശം കൊണ്ട്, നോട്ടം കൊണ്ട്, സങ്കല്പം കൊണ്ട്. സ്പർശദീക്ഷ, ദൃഷ്ടിദീക്ഷ, സങ്കല്പദീക്ഷ എന്നൊക്കെ അതിന് പേര് നൽകും. അങ്ങനെ ദീക്ഷകൾ നൽകും. സ്പർശദീക്ഷ സ്പർശിച്ച് സമാധിയിലേക്ക് ആനയിക്കും. ഈ കൊച്ചപ്പിപ്പിള്ള ശിവലിംഗസ്വാമിയെ സ്പർശദീക്ഷയിലൂടെ ഗുരുദേവൻ സമാധിയിലേക്ക് നയിച്ചു. ആ അനുഭൂതിയിൽ നിന്നും ഉണർന്ന് അദ്ദേഹം എഴുതിയ പ്രാർത്ഥനയാണ് ഓം ബ്രഹ്മണേ മൂർത്തിമതേ എന്ന പ്രാർത്ഥന. ഓം ബ്രഹ്മണേ മൂർത്തിമതേ എന്ന പ്രാർത്ഥന ദിവസവും നിങ്ങൾ ജപിക്കുന്നുണ്ടോ? ദിവസവും ചൊല്ലുന്നവരെന്ന് കൈവക്കിക്കേ. ദിവസവും ചൊല്ലാത്ത ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ എല്ലാ ദിവസവും ചൊല്ലിയിരിക്കണം. ഗുരുവിനെ നമിച്ചുകൊണ്ടുണ്ടായ ഏറ്റവും മനോഹരമായ ഇമ്പമായ പ്രാർത്ഥന, അർത്ഥപുഷ്ടിയുള്ള പ്രാർത്ഥന ശിവലിംഗസ്വാമി എഴുതിയ ഓം ബ്രഹ്മണേ മൂർത്തിമതേ. അത് പഠിച്ചു വെക്കണം. ദിവസവും രാവിലെയും വൈകിട്ടും ചൊല്ലിയിരിക്കണം. ഇപ്പം ശിവഗിരി എന്നൊരു പുതിയ സമ്പ്രദായം ആരംഭിച്ചു. ഗുരുദേവൻ അവതരിച്ചത് രാവിലെ 6:15. 6 മണി തൊട്ട് 6:30 മണി വരെ ഒരു വീട്ടിൽ കുടുംബാംഗങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥനയിൽ മുഴുകണം. ഈ ഇരിക്കുന്ന ആളുകളെല്ലാം നാളെ രാവിലെ 5:30 മണിയോടുകൂടി സമാധി മന്ദിരത്തിലെത്തണം. അവിടെ ഇരുന്ന് എല്ലാവരും ചേർന്ന് പ്രാർത്ഥനയുണ്ട്. 6 മണി തൊട്ട് 6:30 മണി വരെ ദിവസവും പ്രാർത്ഥന. ഇതിവിടെ മാത്രമല്ല, നിങ്ങളുടെ നിത്യജീവിതത്തിൽ എന്നും പുലർത്തേണ്ടതാണ് ഈ പ്രാർത്ഥന എന്നുകൂടി പറയട്ടെ. ഗുരുദേവൻ ശിവലിംഗസ്വാമിക്ക് സ്പർശദീക്ഷ നൽകി സമാധിയിലേക്ക് അദ്ദേഹത്തെ നയിച്ചിട്ടുണ്ട്. ഞാൻ എഴുതിയ ശ്രീനാരായണ ശിവലിംഗം എന്ന പുസ്തകമുണ്ട്. ആ പുസ്തകം സവിസ്തരമായി വായിച്ച് പഠിക്കുന്നവർക്ക് ഈ സത്യം നല്ലവണ്ണം മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ നിശ്ചലനാഥ സ്വാമിക്കും ഗുരുദേവൻ കരസ്പർശത്തോടുകൂടി സമാധി അവസ്ഥയെ, മോക്ഷത്തെ പ്രദാനം ചെയ്തിട്ടുണ്ട്. ചൈതന്യസ്വാമികൾക്കും അതുപോലെ കരസ്പർശം കൊണ്ട് സ്പർശദീക്ഷ നൽകിക്കൊണ്ട് സമാധി അവസ്ഥ നൽകിയ അനുഭവമുണ്ട്. അതുപോലെ ഈ കായിക്കര കുമാരുവിനും ഗുരുദേവൻ്റെ തൃക്കൈ വിളയാടി ആ തൃക്കൈ കായിക്കര കുമാരുവിൻ്റെ ശിരസിൽ വെച്ചപ്പോൾ കായിക്കര കുമാരുവിന് ഈശ്വരാനുഭൂതി ഉണ്ടായി എന്ന് ആശാൻ തന്നെ എഴുതി വച്ചിരിക്കുന്നു. അതാണ് നിജാനന്ദ വിലാസം എന്ന ഈ കൃതിയിലെ 3-ാമത്തെ പദ്യം. മന്ദാരപ്പൂങ്കൊടി കൈമലർ മധുരമെടുത്തെന്നെ മാനിച്ചുമായ കന്താപായം ഭവിക്കും പടിയുടൽ പുണരും കൗശലത്തിൽ കലർത്തി മന്ദാഭാവാനുകമ്പം മമ മുകളിൽ മുകർന്നൂറും അദ്വൈത സന്താനം ചെയ്ത സാരാമൃത ലഹരിക്ക് ഏതു ഞാൻ ആദരിപ്പൂ, ഏതു ഞാൻ ആദരിപ്പൂ. ഗുരുദേവൻ്റെ തൃക്കൈ കൽപ്പവൃക്ഷ സമാനമാണ്. ആ തൃക്കൈ, ആ തൃക്കൈ മമ മുകളിൽ മുകർന്നൂറി ആശാൻ്റെ തലയിൽ ആ തൃക്കൈ വെച്ച് അനുഗ്രഹിച്ചു. ആ അനുഗ്രഹിച്ചപ്പോൾ എന്താണ് ഉളവായത്?
കന്താഭായം ഭവിക്കും പടിയുണൽ പുഴരും കൗശലത്തിൽ കലർത്തി മന്ദാഭാവാനുകമ്പം മമ മുകളിൽ മുകർന്നൂറും അദ്വൈത സമ്പദ് സന്താനം ചെയ്ത സാരാമൃതലഹരിക്ക് ഏതു ഞാൻ ആദരിപ്പൂ. ഞാൻ ആ ഗുരുവിനെ എങ്ങനെയാണ് ആദരിക്കുന്നത്? പദ്യത്തിൻ്റെ അർത്ഥം മുഴുവനും പറയാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. കാരണം നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്, ഇപ്പോഴത്തെ ക്ലാസ് അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. 1 മണി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത പദ്യത്തിൽ മന്ദൻ ഞാനെങ്കിലും മറ്റൊരു മതി കരുതാതെന്നെ നീ ഞാനതന്നൻ സന്ദേഹം വിട്ടു സാധിച്ചരുളിയൊരു സമാധാനധാമത്തിലെന്നും നിന്നാർഹൻ ഞാൻ ഇരുന്നിടിലുമിഹ നീതം നിർമ്മല ബ്രഹ്മവിദ്യാനന്ദ കൽപ്പാന്ത വെള്ളക്കടല് കരകവിഞ്ഞെന്നെ മുക്കും വരേക്കും. മന്ദൻ ഞാൻ, ആശാൻ പറയുക, ഈ ഈശ്വരാനുഭൂതി അനുഭവിക്കുവാൻ മന്ദനാണ് ഞാൻ. അതിനുള്ള യോഗ്യത എനിക്കില്ല. കാരണം കായിക്കര കടൽ തീരത്തുകൂടി ശൃംഗാര ശ്ലോകങ്ങൾ പാടിയും പറഞ്ഞും ശൃംഗാരം എഴുതി ശൃംഗാര ഗാനലോലുപനായി ജീവിച്ച കായിക്കര കുമാരുവിനോട് ഇനി ശൃംഗാരം എഴുതരുത് എന്ന് ഗുരു കൽപ്പിച്ചപ്പോൾ എഴുത്ത് നിർത്തി. പക്ഷെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുക. അത് എഴുത്ത് നിർത്തിയെങ്കിലും പുറമേ വന്നില്ല, ഉള്ളിൽ നിറഞ്ഞു നിൽക്കുക. ഉള്ളിൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് പിൽക്കാലത്ത് വീണപൂവും നളിനിയും ചണ്ടാല ഭിക്ഷുകിയും ബുദ്ധചരിതവും ലീലയും കരുണയും ഒക്കെ ഉണ്ടായത്. മലയാളത്തിന് മഹാകവിയെ ഉണ്ടായത് അങ്ങനെയാണ്. ഉള്ളിൽ നിന്നും പൂർണ്ണമായും പോയിരുന്നെങ്കിലോ, ഉള്ളിൽ നിന്നും ശൃംഗാരം പൂർണ്ണമായും പോയിരുന്നെങ്കിൽ മറ്റൊരു മഹാമുനിയെ, മറ്റൊരു ഋഷിയെ, മറ്റൊരു വേദാന്തിയായിരിക്കുന്ന അധ്യാത്മ ആചാര്യനെ നമുക്ക് ലഭിക്കുമായിരുന്നു. ആശാനോട് ശൃംഗാരം എഴുതരുത് എന്ന് ഉപദേശിച്ചപ്പോൾ ആ എഴുത്ത് നിർത്തി. പക്ഷെ ഉള്ളിൽ ആ ശൃംഗാരം നിലനിന്നു. പക്ഷെ എൻ്റെ ഗുരു കാരുണ്യമൂർത്തിയാണ്. കാരുണ്യമൂർത്തിയായ ഗുരു മന്ദൻ ഞാനെങ്കിലും മറ്റൊരു മതി കരുതാതെ, മറ്റൊരു ബുദ്ധി വെച്ചു പുലർത്താതെ, മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി, മറ്റൊരു ബുദ്ധി വെച്ചു പുലർത്താതെ ഞാനതന്നൻ സന്ദേഹം വിട്ട് സാധിച്ചു. വലിയ വേദാന്ത അർത്ഥമാണ് അവിടെയുള്ളത്. മഹാവാക്യങ്ങളുണ്ട്, 4 മഹാവാക്യങ്ങൾ. ഈശ്വരാനുഭൂതിയിലേക്കൊരു ഗുരുനാഥൻ ശിഷ്യന്മാരെ നയിക്കുന്നത് മഹാവാക്യ ഉപദേശം കൊണ്ടാണ്. ഒന്നാമത്തെ ഉപദേശവാക്യം തത്വമസി, ആ ദൈവം നീയാകുന്നു, ഉപദേശവാക്യമാണ്. രണ്ടാമത്തേത് അനുഭവവാക്യം അഹം ബ്രഹ്മാസ്മി, ഞാൻ ആ ദൈവമാകുന്നു. മൂന്നാമത്തേത് അയമാത്മാ ബ്രഹ്മ, ഞാൻ ദൈവമാണെന്നറിഞ്ഞ ഏതൊരു ജീവനുണ്ടോ ആ ജീവനും ദൈവമാകുന്നു. പ്രജ്ഞാനം ബ്രഹ്മ, ഈ അറിവ്, ഇങ്ങനെയുള്ള അറിവും ബ്രഹ്മമാകുന്നു. സർവം ഖല്ലിതം ബ്രഹ്മ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നുള്ള സഹജ സമാധിയിൽ അമരണം. അപ്പം അതിൻ്റെ തുടക്കം എന്താണ്? തത്വമസി, ആ ബ്രഹ്മം നീയാകുന്നു. ഇവിടെ ആശാൻ എഴുതിയിരിക്കുന്നു, ഞാൻ അതന്നൻ സന്ദേഹം വിട്ട് സാധിച്ചു. ഞാൻ അതാണ്, ആ ബ്രഹ്മമാണെന്ന് സന്ദേഹമില്ലാതെ ഞാൻ അനുഭവിച്ചു. നിന്നാർഹൻ ഞാനിതിന് അർഹനല്ല. അർഹനല്ലെന്ന് പറയാൻ കാരണം എന്താണ്? പിൽക്കാലത്തെ ആശാന് 45 വയസ്സുള്ളപ്പോൾ 17 വയസ്സുള്ള ആ ഭാനുമതിയമ്മ കണ്ണ് കാണിച്ചപ്പോൾ ആശാൻ അതിൻ്റെ കൂടെ പോയി. നിങ്ങൾക്കറിയാമല്ലോ, നിന്നാർഹനാണ്, ഉള്ളിൽ ഇത് ഇരിപ്പുണ്ട്. പക്ഷേ എൻ്റെ ഗുരു മറ്റൊരു മതി കരുതാതെ, മറ്റൊരു ബുദ്ധി വെച്ച് പുലർത്താതെ കാരുണ്യം തോകി. അതുകൊണ്ട് എനിക്ക് ഈ അനുഭവത്തിലെത്താൻ സാധിച്ചു. ഈ അനുഭവം കൽപ്പാന്ത വെള്ളക്കടല് കരകവിഞ്ഞെന്നെ മുക്കും വരേക്കും പരിപൂർണമായ അദ്വൈത സത്യ സാക്ഷാത്കാര അനുഭവത്തിൽ സമ്പൂർണമായും വിലയം പ്രാപിച്ചതായി തീരണമെന്നുള്ള അദമ്യമായ ആഗ്രഹം എന്നിലുണ്ട്. ചിദ്വിദ്യാസമ്പ്രദായം ചിരപരിചിതമാണെങ്കിലും പങ്കജപ്പു മധ്യത്തിൽ പള്ളി കൊള്ളുന്നവനും അതിവരുന്നില്ലതെല്ലും മനോജ്ഞ
സദ്യോ നിർവാണ സൗഖ്യപ്രദമത് മുഴുവൻ സംഗ്രഹിച്ചൻ ഗൃഹത്തിൻ അദ്വൈതാനന്ദവാണി വരിക ജനനി വന്നാടുക അന്നാടകം നീ. ചിദ്വിദ്യാ സമ്പ്രദായം ചിരപരിചിതമാണ്. ആത്മീയമായ മാർഗം അത്ര പരിചയമുള്ളതല്ല, അപരിചയമാണ്. കുമാരനാശൻ എഴുതിയിട്ട് ഒരു 100-120 വർഷമായി. ഇപ്പോഴും നമ്മുടെ സ്ഥിതി എന്താണ്? ആത്മീയ മാർഗം നമുക്കത്ര പരിചയമില്ല, അല്ലേ? ഉണ്ടോ? ആത്മീയ മാർഗം നമുക്ക് വേണ്ടവണ്ണം പരിചയമുണ്ടോ? കൂടുതൽ ആളുകളും മത്തി അയലയും പോർക്കിനെയും തിന്ന് ജീവിക്കുന്നവരാ, അല്ലേ? ആത്മീയ മാർഗം കുറച്ച് പരിചയിച്ചു കഴിഞ്ഞാൽ മത്സ്യമാംസങ്ങളൊക്കെ ഉപേക്ഷിച്ച് സാത്വികമായ ജീവിതനിഷ്ഠ കൈവരിച്ച് ധ്യാനാത്മകമായ ജീവിതം നയിക്കും. കുടുംബജീവിതത്തിൻ്റെ പരമലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധ്യാനാത്മകമായൊരു ജീവിതചര്യയെ വരിച്ചു ജീവിക്കും. പക്ഷേ നമുക്ക് ബ്രഹ്മവിദ്യാ സമ്പ്രദായം ആത്മീയ മാർഗം അത്ര പരിചയമില്ല. അത്ര പരിചയമില്ലാത്തത് കൊണ്ട് എന്തു ചെയ്യും? ആത്മീയ മാർഗം വേണ്ടവണ്ണം പരിചയമില്ലാത്തത് കൊണ്ട് നമ്മൾ ആരെയും എന്തിനേയും വിമർശിച്ചു കളയും. സാക്ഷാൽ ഗുരുദേവനെ തന്നെ വിമർശിക്കും. പിന്നെ ഗുരുദേവൻ്റെ ശിഷ്യന്മാരെ സന്യാസിമാരെയൊക്കെ വെറുതെ വിടുവോ? ഞാൻ അടുത്ത കാലത്ത് രാമകൃഷ്ണ മിഷനിലെ ചിന്മയ മിഷനിലെ ഒരു സന്യാസിയെ പരിചയപ്പെട്ടു. സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹം, ഞാൻ ജാതി പറയുകയല്ല, അദ്ദേഹം ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ ശിവഗിരിയിൽ വന്നിട്ടുണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ശിവഗിരി വരാൻ വൈകി സ്വാമി. എൻ്റെ അച്ഛൻ സഹോദരനയ്യപ്പൻ്റെ അനുയായിയായിരുന്നു. അയ്യപ്പൻ മാഷ് പറഞ്ഞതനുസരിച്ച് ജീവിച്ചു. ഗുരുദേവൻ ഭൗതികവാദിയാണ്, യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണെന്നൊക്കെ ഞാൻ ധരിച്ചു വച്ചു. പക്ഷേ ചിന്മയാനന്ദ സ്വാമി ഗുരുദേവൻ്റെ ആത്മോപദേശതകം ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു. അതോടുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീനാരായണ അധ്യാത്മ ഗുരുവാണെന്ന്. കുറച്ചുകൂടെ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഒരു ഗുരു ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ ഞാൻ ചിന്മയ മിഷനിലായിപ്പോയി. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ശിവഗിരിയിൽ വന്ന് സന്യസിച്ചില്ല? അപ്പോൾ അയാളെന്ന് പറഞ്ഞു, സ്വാമി മറ്റൊന്നും വിചാരിക്കരുത്, ശിവഗിരിയിൽ വന്ന് സന്യസിക്കുവാൻ ഞങ്ങളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, എന്താ സുഹൃത്തെ അങ്ങനെ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റാശ്രമ സമ്പ്രദായങ്ങളിൽ സന്യാസിമാർക്ക് കൊടുക്കുന്ന ബഹുമാനം ശ്രീനാരായണ ഭക്തന്മാർ സന്യാസിമാർക്ക് കൊടുക്കാറില്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? ശരിയാണോ? എന്തുകൊണ്ട് ശിവഗിരിയിൽ ഉത്തിഷ്ഠമാനന്മാരായ നല്ല നല്ല സന്യാസിമാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്ന് ചോദിച്ചാൽ, സന്യാസിമാരെ വിമർശിക്കാനും അപമതിപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനും അവരെക്കുറിച്ച് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും പറഞ്ഞു പരത്താനും പ്രചരിപ്പിക്കാനും നമുക്ക് വലിയ വാസനയാണ്. ഇത് ഇന്ന് തുടങ്ങിയതല്ല, പണ്ടേ തുടങ്ങിയതാണ്. കുമാരനാശാൻ പറഞ്ഞു, ചിദ്വിദ്യാ സമ്പ്രദായം ചിരപരിചിതമാണ്, ആത്മീയ മാർഗം അപരിചിതമാണ്. ചിദ്വിദ്യാ സമ്പ്രദായം ചിരപരിചിതമാണ്, എങ്കിലും പങ്കജപ്പൂ മധ്യത്തിൽ പള്ളി കൊള്ളുന്നവനും അതിവരുന്നില്ല തെല്ലും മനോജ്ഞേ. ഹൃദയപത്മത്തിൽ പ്രകാശിക്കുന്ന എൻ്റെ മഹാഗുരുവിൻ്റെ കാരുണ്യം അപാരമാണ്. അപാരമായ ആ കാരുണ്യ അതിരേകം കൊണ്ട് എനിക്ക് അലൗകികമായി ആനന്ദാനുഭൂതിയിൽ അഭിരമിക്കുവാൻ സാധിച്ചു. സദ്യോ നിർവാണ സൗഖ്യപ്രദമത് മുഴുവൻ സംഗ്രഹിച്ചൻ ഗൃഹത്തിൽ അദ്വൈതാനന്ദവാണി വരിക ജനനി വന്നാടുക അന്നാടകം നീ. പരിപൂർണമായും ആ ബ്രഹ്മസത്യത്തിൽ ലയിച്ച് ബ്രഹ്മസ്വരൂപിയായി തന്നെ ജീവിതം നയിക്കുവാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ ബ്രഹ്മവിദ്യാമാർഗം, ആത്മീയ മാർഗം
അപരിചിതമായതുകൊണ്ട് ആ നിലയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നില്ല. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. നിജാനന്ദ വിലാസം 20 ശ്ലോകങ്ങളാണ്. ഇവിടെ നമുക്ക് 5 ശ്ലോകങ്ങളാണ് ഇതിൽ അച്ചടിച്ചു വന്നത്. ഈ 20 ശ്ലോകം വായിച്ചാൽ അത് മുഴുവനും ആശാൻ്റെ അനുഭവമാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ തിരുസ്വരൂപമാണ്. ഗുരുദേവൻ അനുഭവിച്ച അദ്വൈത ആനന്ദ അനുഭവത്തിൻ്റെ സാക്ഷാത്കാരം വളരെ ഭംഗിയായി കുമാരമഹാകവി ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ അല്പം മുമ്പ് ഇവിടെ പ്രകാശനം ചെയ്ത നമ്മളുടെ ഗവർണർ പ്രകാശനം ചെയ്ത കുമാരനാശാൻ കണ്ട ഗുരുദേവൻ പുസ്തകം പൂർണ്ണമായില്ല, ഞാനത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അച്ചടിച്ചു. അടുത്ത ആഴ്ചയിൽ നമുക്ക് നമ്മുടെ ശിവഗിരി ബുക്ക് സ്റ്റാളിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. കുമാരനാശാൻ കണ്ട ഗുരുദേവൻ്റെ പരിപൂർണമായ മുക്താവസ്ഥ, ജ്ഞാനാവസ്ഥ, അദ്വൈത സത്യസാക്ഷാത്കാര അനുഭവത്തിൽ ലയിച്ച് അദ്വൈത ആചാര്യനായി പ്രകാശിക്കുന്ന മഹാഗുരുവും ആ മഹാഗുരു ശിഷ്യന്മാർക്ക് പ്രദാനം ചെയ്ത ഈശ്വരാനുഭൂതിയും ഒക്കെ നാം വായിച്ചറിയണം. എങ്കിലേ നമുക്ക് നമ്മുടെ ഗുരുവിനെ അറിയാൻ സാധിക്കൂ. ഇത് വായിച്ചറിയാതെ ഗുരുദേവൻ്റെ ഈ പ്രായോഗികമായ ഈശ്വര അനുഭൂതിയുടെ ഓരോ ശിഷ്യന്മാരിലൂടെയും പകർന്നു നൽകിയ അനുഭൂതിയെ കൂടി പഠിക്കുമ്പോഴേ ഗുരുദേവ പഠനമാകൂ. ഈ പഠനമില്ലാതെ ഗുരുദേവൻ്റെ ജീവിത ചരിത്രം മാത്രം വായിച്ചു പഠിച്ചാൽ ഗുരുദേവ പഠനമാകില്ല. ഗുരുദേവൻ്റെ കൃതികൾ മാത്രം വായിച്ചു പഠിച്ചാലും ഗുരുദേവൻ്റെ പഠനമാകില്ല. ഗുരുദേവ കൃതികളോട് ചേർന്ന് ഗുരുദേവൻ്റെ ജീവിതത്തെ ഇതുപോലുള്ള സംഭവ പരമ്പരകളെ കൂടി ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ വാഗർത്ഥാവിവ സമ്പൃക്തോ വാഗർത്ഥ പ്രതിപത്തയെ ജഗത പിതരോ വന്ദേ പാർവതി പരമേശ്വരോ എന്ന് കാളിദാസ മഹാകവി രഘുവംശത്തിൽ പാർവതി പരമേശ്വരന്മാരെ പറഞ്ഞു വെക്കുന്നുണ്ട്. വാക്കും അർത്ഥവും എപ്രകാരം ഒന്നിച്ചിരിക്കുമോ അതുപോലെയാണ് പാർവതി പരമേശ്വരന്മാർ. ശ്രീനാരായണ ഗുരുദേവനും അതുപോലെയാണ്. ഗുരുദേവൻ്റെ ജീവിതം തന്നെയാണ് ഗുരുദേവ കൃതികൾ തന്നെയാണ് ഗുരുദേവൻ്റെ ജീവിതം. കൃതികളെയും ജീവിതത്തെയും ചേർത്ത് വെച്ച് പഠിക്കണം. ഞാനിപ്പോൾ കുമാരമഹാകവിയിലൂടെ ഗുരുദേവൻ്റെ ആ ഈശ്വര സത്യത്തിൻ്റെ ആ വാങ്മയ ചിത്രമൊന്ന് വരച്ചു വെക്കാൻ ശ്രമിച്ചതാണ്. നിങ്ങൾ സ്വന്തം നിലയിൽ ഇത് വായിച്ച് പഠിച്ച് യഥാർത്ഥ ഗുരുദേവ ഭക്തരായി തീരുവാനും ഈശ്വരാനുഭൂതിയുടെ ഒരു ചെറിയൊരു മിന്നലാട്ടമെങ്കിലും അനുഭവിക്കാൻ സാധിച്ചാൽ ധന്യമായി, ഐശ്വര്യസമൃദ്ധമായി, ജീവിതം ഉത്കൃഷ്ടമായി. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈശ്വരാനുഭൂതിയുടെ ഒരു മിന്നലാട്ടമെങ്കിലും നമുക്കുണ്ടാകണം. അതിന് ധ്യാനം വേണം, ജപം വേണം, ഉപാസന വേണം. ഇന്ന് രാവിലെ ശിവഗിരി മഠത്തിലെ ഒരു ബ്രഹ്മചാരി ബ്രഹ്മചര്യ ദീക്ഷ സ്വീകരിച്ചു. രാവിലെ നടന്ന ഹോമത്തോടു കൂടി അദ്ദേഹത്തിന് ഞാൻ തന്നെയാണ് ബ്രഹ്മചര്യ ദീക്ഷ നൽകിയത്. അദ്ദേഹത്തിൻ്റെ പേര് നാരായണ തത്വ ചൈതന്യ എന്നാണ്. മഞ്ഞവസ്ത്രം സ്വീകരിച്ചുകൊണ്ട് നാരായണ തത്വ ചൈതന്യയായി. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഗൃഹസ്ഥ ഭക്തന്മാർ ഒരു ഉപാസന മന്ത്രം ശീലിച്ച് ദിവസവും ഉപാസന ചെയ്യണം. നാളെ രാവിലെ താല്പര്യമുള്ളവർക്ക് പർണശാലയിൽ വെച്ച് ആ ദീക്ഷ നൽകുന്നതാണ്. താല്പര്യമുള്ള ആളുകൾ ഒരു 5-5:30 മണിയോടുകൂടി പർണശാലയിൽ എത്തിച്ചേരണമെന്ന് അറിയിച്ചുകൊണ്ട് ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാം ഭഗവാന്റെ കരുണാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഈ വാക്കുകൾ ഗുരുദേവ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമോവാകം.